അപ്പം ഒന്നിന് വില കുറയുമ്പോൾ മറ്റേതിന് നമുക്ക് വില കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ആവറേജ് നമുക്ക് ഒരു ഏക്കറിൽ നിന്ന് കിട്ടുന്ന വരുമാനം നമുക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. കൃഷി ചെയ്യുന്നവർ എപ്പോഴും ചെയ്യേണ്ടത്, നമ്മൾ ഏത് കൃഷി ചെയ്യുകയാണെങ്കിലും നമ്മൾ എപ്പോഴും അതിൻ്റേതായ കൃത്യമായ അകലം പാലിച്ചുകൊണ്ട് തന്നെ നമ്മൾ കൃഷി ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് വരുമാനം വർദ്ധിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഒരു 7.5 മീറ്റർ ചുരുങ്ങിയ അകലം പാലിച്ചുകൊണ്ട് വേണം തെങ്ങ് കൃഷി ചെയ്യാൻ വേണ്ടി. ഈ അകലം നമ്മൾ വെക്കുന്നതിൻ്റെ കാരണം ഒരു തെങ്ങിൻ്റെ ഓല മറ്റൊരു തെങ്ങിലേക്ക് മുട്ടാൻ പാടില്ല. പ്ലാവ് നമ്മൾ വെച്ചിരിക്കുന്നുണ്ട്, നമ്മൾ ഇതിനകത്തെല്ലാം വെച്ചിട്ടുണ്ട് പ്ലാവ്. നമ്മൾ അതിന് ചൂടിന് സംരക്ഷണം കൊടുക്കാൻ വേണ്ടിയാണ്. നമുക്ക് ചൂടധികം അടിക്കാൻ സ്ഥലമല്ല എങ്കിൽ തന്നെ നമ്മൾ അതിനകത്ത് വെച്ചിട്ടുണ്ട്. പ്രിയ കർഷക സുഹൃത്തുക്കളെ, നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് കുറച്ച് കേരളത്തിൽ ലാഭകരമായി കൃഷി ചെയ്യാൻ പറ്റുന്ന ഇനങ്ങളെ പറ്റിയാണ്. നമുക്കറിയാം ധാരാളം കൃഷികളുണ്ട് നമ്മുടെ നാട്ടിൽ ചെയ്യുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഐറ്റത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ നിലവിൽ കേരളത്തിൽ ഏറ്റവും ലാഭകരമായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്നതാണ് കമുക്. നമുക്കറിയാം ഇന്ന് അടക്കയ്ക്ക് കുറേ വർഷങ്ങളായിട്ട് നല്ല വില നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതിപ്പോൾ പെട്ടെന്നൊന്നും കുറയുന്ന ഒരു സാഹചര്യമൊന്നും ഇപ്പം നിലവിലില്ല. അപ്പം ഇന്ന് കൂടുതൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ ആകർഷകീയമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കൃഷിയാണ് കവുങ്ങ്. ഓരോ വർഷം കഴിയുന്നതോറും കൂടുതൽ ആൾക്കാർ അതിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ കവുങ്ങ് കൃഷി ചെയ്യുമ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കേണ്ട സ്ഥലങ്ങൾ നമ്മൾ ഏറ്റവും കൂടുതൽ നീർവാർച്ചയുള്ള അല്ലെങ്കിൽ കിഴക്കോട്ടോ അല്ലെങ്കിൽ വടക്കോട്ടോ ചെരിഞ്ഞ ഭൂമിയാണ് ഏറ്റവും കവുങ്ങ് കൃഷിക്ക് അനുയോജ്യം. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് സൂര്യപ്രകാശം ഈ കവുങ്ങിനൊരു ഭീഷണിയാണ്. സൂര്യപ്രകാശം കൂടുതൽ ഏൽക്കുന്ന സ്ഥലത്ത് കവുങ്ങിന് തടിക്ക് പൊള്ളലേക്കാനും അത് കേടുവന്ന് പോകാനും സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഇപ്പം തെക്കോട്ടോ അല്ലെ പടിഞ്ഞാറോട്ടോ ചെരിഞ്ഞ ഭൂമിയിലൊക്കെ കൃഷി ചെയ്യുകയാണെങ്കിൽ സൈഡിൽ മരമൊക്കെ വെച്ച് പിടിപ്പിച്ച് അതിന് കുറച്ച് തണൽ കൊടുക്കേണ്ടത് വരും. പിന്നെ നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഇടവിള കൃഷിയായിട്ട് പലതും ചെയ്ത കൊക്കോ, കാപ്പി അല്ലെങ്കിൽ ജാതി ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറേ നമുക്ക് ഇതിനകത്ത് തണൽ ക്രമീകരിക്കാൻ പറ്റും. അപ്പം ചൂടിൽ നിന്ന് നമുക്കതിനെ രക്ഷിക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഈ ജലസേചന സൗകര്യമൊക്കെ നല്ലവണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല സമതല പ്രദേശങ്ങളും എല്ലാം നമുക്ക് ചെയ്യാം. അപ്പം ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് തണൽ കൊടുക്കാൻ വേണ്ടി കുറച്ച് മരങ്ങൾ, പ്ലാവാണ് ഏറ്റവും നല്ലത്, അങ്ങനെയുള്ള മരങ്ങൾ സൈഡിൽ വെച്ച് പിടിപ്പിക്കുക. അപ്പം ചൂട് നമുക്കതിനെ രക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും. പ്ലാവ് നമ്മൾ വെച്ചിരിക്കുന്നുണ്ട്, നമ്മൾ ഇതിനകത്തെല്ലാം വെച്ചിട്ടുണ്ട് പ്ലാവ്. നമ്മൾ അതിന് ചൂടിന് സംരക്ഷണം കൊടുക്കാൻ വേണ്ടിയാണ്. നമുക്ക് ചൂടധികം അടിക്കാൻ സ്ഥലമല്ല എങ്കിൽ തന്നെ നമ്മൾ അതിനകത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇടവിട്ട് കുറച്ച് പ്ലാവൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ നല്ല ശരിയായ പരിചരണം കൊടുത്തു കഴിഞ്ഞാൽ 3-ാം വർഷം മുതൽ കായ്ക്കുന്ന ഇനങ്ങൾ ഇപ്പം നിലവിൽ മാർക്കറ്റിലുണ്ട്. പല ഇനങ്ങളുണ്ട്. നമുക്ക് കൃഷിക്കാർക്ക് ഏറ്റവും യോജിച്ചത് ഏതെന്ന് വെച്ചാൽ അവർക്ക് തന്നെ ഇപ്പം അറിയാം ഏതൊക്കെ ഇനങ്ങൾ കൃഷി ചെയ്താൽ ലാഭകരമായിട്ട് ഉണ്ടാകാൻ പറ്റും എന്നുള്ള അറിവ് ഇന്ന് കൃഷിക്കാർക്കുണ്ട്. അപ്പോൾ ആ രീതിയിൽ പല ഇനങ്ങൾ ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ലഭ്യമാണ്. ഇത് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ സമയം ജൂൺ, ജൂലൈ, ആഗസ്റ്റ് മാസങ്ങളിലാണ് കൃഷി ചെയ്യാൻ ഏറ്റവും പറ്റിയ സമയം. ആ മഴക്കാലമാണ്. അപ്പോൾ നല്ല കുഴിയെടുത്ത് അത് ചെയ്യുക. അപ്പം നമ്മൾ ഏറ്റവും ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റുന്ന കൃഷിയാണ് കവുങ്ങ്. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് നമുക്ക് തെങ്ങ് ഇന്ന് കേരളത്തിൽ ഏറ്റവും ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റുന്ന കൃഷി രീതിയാണ്. കാരണം തെങ്ങിന് ഇപ്പോൾ തേങ്ങയ്ക്കൊക്കെ നല്ല വിലയാണ്. അപ്പം ഇന്ന് നമുക്കറിയാം ചിരട്ടയ്ക്ക് 35 രൂപ വരെ ഒരു കിലോയ്ക്ക് ലഭ്യമാകുന്നുണ്ട്. അതുപോലെ ചകിരി ഇപ്പം നമ്മൾ ചകിരിത്തൊണ്ടൊന്നും കിട്ടാനില്ല. ചകിരി കമ്പനികളൊക്കെ പൂട്ടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. കാരണം നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ ചകിരി കംപ്ലീറ്റ് ഇപ്പം തമിഴ്നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് അവർ ചകിരി പൊടിച്ചിട്ട് അത് എക്സ്പോർട്ട് ചെയ്യുന്നൊരു സാഹചര്യമാണ് ഇപ്പം നിലവിലുള്ളത്. ഇപ്പം നമ്മളൊക്കെ ഇവിടെ വളമാക്കുന്നുണ്ട്. ഈ വളമാക്കാൻ പോലും ചകിരി കമ്പോസ്റ്റ് ഇപ്പം ചകിരി കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ തേങ്ങയ്ക്ക് നല്ല വിലയുണ്ട്, അതിൻ്റെ എല്ലാ ഭാഗങ്ങൾക്കും നല്ല വിലയുണ്ട്. അപ്പം തെങ്ങ് കൃഷി ലാഭകരമാണ്. തെങ്ങ് കൃഷി ലാഭകരമാക്കുന്നത് തെങ്ങ് കൊണ്ട് മാത്രമല്ല, നമ്മൾ തെങ്ങ് കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ഒരു നടുന്നത് തന്നെ ഒരു 7.5 മീറ്റർ ചുരുങ്ങിയ അകലം പാലിച്ചുകൊണ്ട് വേണം തെങ്ങ് കൃഷി ചെയ്യാൻ വേണ്ടി. ഈ അകലം നമ്മൾ വെക്കുന്നതിൻ്റെ കാരണം ഒരു തെങ്ങിൻ്റെ ഓല മറ്റൊരു തെങ്ങിലേക്ക് മുട്ടാൻ പാടില്ല. അതാണ് പണ്ട് കാരണവന്മാരൊക്കെ നമ്മളോട് പറഞ്ഞു തരുന്നത്. അപ്പം ഒരു എലി ഒരു തെങ്ങിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ അത് അടുത്ത തെങ്ങിലേക്ക് അവിടെ നിന്ന് പോവുകയില്ല. അപ്പം അതുമാത്രമല്ല, അപ്പം നമ്മൾ അകലം ക്രമീകരിച്ച് നമ്മൾ തെങ്ങ് നട്ട് കഴിഞ്ഞാൽ അതിൻ്റെ നടുവിലൂടെ ഒരു 15 വർഷമൊക്കെ തെങ്ങൊക്കെ ആണെങ്കിൽ
നമുക്ക് അടുക്കൂടെ ഒരു ലൈനും കവുങ്ങ് വെച്ചുവിടാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് ജാതിയൊക്കെ വളരെ ലൈഫുള്ള ഒരു കൃഷി ആണ്. ജാതിക്കായ്ക്കൊക്കെ നല്ല വിലയുണ്ട്, പത്രിക്കൊക്കെ വിലയുണ്ട്. 100 വർഷമൊക്കെ ഒരു ജാതി നട്ട് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ആദായം ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കൂടാതെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ വാഴ കൃഷി ചെയ്യാം, ചേന, ചേമ്പ്, കാച്ചിൽ, പിന്നെ ഇപ്പോൾ നമുക്കറിയാം കാപ്പി, കൊക്കോ. ഇതെല്ലാം കൊക്കോയ്ക്ക് ആണെങ്കിലും ഇപ്പം നമ്മൾ കുറേ വർഷങ്ങളായിട്ട് നല്ല വില ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഇനി ഇടവിളയായിട്ട് കൃഷി ചെയ്യാൻ പറ്റും. അതാണ് തെങ്ങ് അകലം പാലിച്ച് നമ്മൾ നട്ടാനുള്ള ഗുണം. അപ്പം കൃഷി ചെയ്യുന്നവർ എപ്പോഴും ചെയ്യേണ്ടത്, നമ്മൾ ഏത് കൃഷി ചെയ്യുകയാണെങ്കിലും നമ്മൾ എപ്പോഴും അതിൻ്റേതായ കൃത്യമായ അകലം പാലിച്ചുകൊണ്ട് തന്നെ നമ്മൾ കൃഷി ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് വരുമാനം വർദ്ധിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം ചില ആൾക്കാരൊക്കെ ഇപ്പോൾ തെങ്ങ് വെക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ കൂടെ തന്നെ കവുങ്ങും വെക്കും. അത് ഒരു ശരിയായ രീതിയല്ല. നമ്മളുടെയൊക്കെ ചോദിക്കുന്നവരോടൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. നമ്മൾക്കറിയാം, നമ്മൾ തെങ്ങും കവുങ്ങും ഒന്നിച്ച് ഇതിനകത്ത് വെച്ച് അത് സൂര്യപ്രകാശം കിട്ടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം തെങ്ങും നല്ല പെട്ടെന്ന് സൂര്യപ്രകാശത്തിന് മത്സരിക്കും, കവുങ്ങും മത്സരിക്കും, പെട്ടെന്ന് ഹൈറ്റ് വെച്ച് പോകും. അപ്പോൾ അങ്ങനെ പോകുന്നതുകൊണ്ട് നമുക്ക് വരുമാനം കുറയും, ഉൽപ്പാദനം ലഭിക്കേണ്ട കാലയളവും നമുക്ക് നീണ്ടുപോകും. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അപ്പം തെങ്ങും കവുങ്ങൊക്കെ ലാഭകരമാണ്. അപ്പം നമ്മൾ കൃത്യമായ അകലം പാലിച്ചുകൊണ്ട് വേണം അത് ചെയ്യാൻ വേണ്ടി. അടുത്തതായിട്ട് ഇപ്പം നമ്മൾ ഈ കാപ്പി കൃഷി നമ്മുടെ കിഴക്കൻ മലയോര മേഖലയിലൊക്കെ ഈ കുന്നും പ്രദേശത്തൊക്കെ ധാരാളമായിട്ട് ഇപ്പം കൃഷി ചെയ്യുന്നതാണ് കാപ്പി പല ഇനങ്ങളുണ്ട്. ഇപ്പം നമുക്ക് കൂടുതലായിട്ട് ഷെയ്ഡ് കൂടുതൽ വേണ്ട സ്ഥലത്ത് കൃഷി ചെയ്യുന്ന ചന്ദ്രഗിരി കാപ്പി എന്ന് പറഞ്ഞ് അത് 1.5 വർഷം കൊണ്ട് നമുക്ക് ഉൽപ്പാദനം തരാൻ തുടങ്ങും. അതുപോലെ തന്നെയാണ് റോബസ്റ്റ ഇനത്തിൽപ്പെട്ടത്. ഈ റോബസ്റ്റ ഇനത്തിന് ഉള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ദീർഘകാലം വിളവ് വന്നുകൊണ്ടിരിക്കും. അത് ഏകദേശം ഒരു 100 വർഷമൊക്കെ ആ ചെടിയിൽ നമുക്ക് ഉൽപ്പാദനം ലഭിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ കൃഷി രീതിയും 2 വ്യത്യാസമുണ്ട്. റോബസ്റ്റ കാപ്പി കൃഷി ചെയ്യുവാണെങ്കിൽ നമ്മൾ ഏകദേശം 10 അടി അകലത്തിൽ വേണം അത് കൃഷി ചെയ്യാൻ വേണ്ടി. ഈ ചന്ദ്രഗിരി ആണെങ്കിൽ നമുക്കൊരു 6 അടിക്കൊക്കെ കൃഷി ചെയ്യാൻ പറ്റും. ചന്ദ്രഗിരി വേഗം കിട്ടും. അതുപോലെ തന്നെ അതൊരു 10-30 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ആ ചെടി അതിൻ്റെ ഉൽപ്പാദനം കുറയുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. അപ്പോൾ ഈ 2 രീതിയിലും കാപ്പി കൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പം കാപ്പിക്ക് നല്ല വിലയാണ്. ഇപ്പം കാപ്പിത്തോട്ടത്തിനൊക്കെ ഭയങ്കര വിലയാണ്, കിട്ടാനില്ല. അപ്പം കാപ്പി നല്ലൊരു ലാഭകരമായ കൃഷിയാണ്. ഏത് കൃഷി ചെയ്യുമ്പോഴും നമ്മുടെ കൃഷിക്കാരെ സംബന്ധിച്ച് അവർക്കൊരു പ്രവണതയുണ്ട്, വില കൂടുന്നത് മാത്രം ചെയ്യും. അതാണ് നമുക്കുള്ള പ്രശ്നമുള്ളത്. അപ്പോൾ നമുക്കറിയാം, റബ്ബറിന് വില കുറയുമ്പം റബ്ബർ മുറിച്ചിട്ട് അവിടെ അടയ്ക്കൊക്കെ വിലയുണ്ട്, കവുങ്ങും വെക്കും. അതും ശരിയായ നിലപാടുകളല്ല. നമ്മൾ കൃഷി ചെയ്യുമ്പോൾ എല്ലാം നമുക്കുണ്ടാകണം. അപ്പം ചില സമയത്ത് വേരിയേഷനൊക്കെ എല്ലാത്തിനും ഉണ്ടാകും. അപ്പം ഒന്നിന് വില കുറയുമ്പോൾ മറ്റേതിന് നമുക്ക് വില കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ആവറേജ് നമുക്ക് 1 ഏക്കറിൽ നിന്ന് കിട്ടുന്ന വരുമാനം നമുക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏത് സമയത്തും നമ്മൾ എല്ലാ കൃഷി വിളകളും നമ്മുടെ ഭൂമിയിൽ ഉണ്ടായിരിക്കണം. അപ്പം ഈ കാപ്പി നല്ലൊരു കൃഷിയാണ്, നല്ല വരുമാനമുണ്ട്. അതുപോലെ കൊക്കോയ്ക്കാണെങ്കിൽ കുറേ വർഷങ്ങളായിട്ട് നല്ല വിലയാണ്. കഴിഞ്ഞ വർഷം ഏകദേശം 300-350 രൂപ വരെ ഒരു കൊക്കോയുടെ ബീൻസ് അതിൻ്റെ കായ്ക്കുണ്ടായിരുന്നു. നല്ല വില കിട്ടി. പിന്നെ കുറച്ച് കുറഞ്ഞു, എങ്കിലും നല്ല വിലയാണ്. ഈ കൊക്കോയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ വിളവിൽ നിന്ന് ആദായങ്ങൾക്ക് ലഭിക്കാത്ത സമയത്ത് കിട്ടുന്നതാണ് കൊക്കോ. ഇപ്പം കൊക്കോയിൽ പാകമായി വരുന്നേ ഉള്ളൂ. ഒരു ഏപ്രിൽ, മെയ്, ജൂൺ മാസത്തിലൊക്കെയാണ് അതിൻ്റെ ആദായം. ജൂൺ, ജൂലൈ വരെ കിട്ടും അത്. അപ്പം നമുക്ക് മഴക്കാലത്ത് കിട്ടുന്ന ഒരു വരുമാനമാണ്. നമുക്ക് അത് വലിയ പരിചരണമൊന്നുമില്ല ഈ കൊക്കോയ്ക്കും കാപ്പിക്കൊക്കെ. ഇത് ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ നമ്മൾ കവാത്ത് ചെയ്തുകൊണ്ടിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് കവാത്ത് ചെയ്താൽ മാത്രമേ ഇത് ബുഷായിട്ട് വരത്തുള്ളൂ, അല്ലെങ്കിൽ ഇത് പൊങ്ങിപ്പോവും. നമുക്ക് അതിനകത്ത് നിന്ന് ആദായം പറിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം കാപ്പിയും കൊക്കോയും നല്ല കൃഷിയാണ്. കിഴക്കൻ മേഖലയിലുള്ളവർ കൂടുതലായിട്ട് അത് ചെയ്തു വരുന്നു. അത് താല്പര്യമുള്ളവർക്ക് അത് വീണ്ടും ചെയ്യാം. പല ഇനങ്ങൾ കിട്ടാനുണ്ട്. കൊക്കോയാണേലും F1, പിന്നെ ഗ്രാഫ്റ്റ് ചെയ്ത തൈകളൊക്കെ ഉണ്ട്. ഗ്രാഫ്റ്റ് ചെയ്തതിനേക്കാൾ കുറച്ച് മെച്ചം കാണുന്നത് നമ്മൾ അല്ലാത്ത വിത്ത് ഇട്ട് മുളപ്പിച്ച തൈകളാണ്. അത് നമുക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ആയിട്ട് നമുക്ക് ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റുന്ന കൃഷിയാണ് കപ്പയുടെയൊക്കെ നമ്മുടെ മാർക്കറ്റിൻ്റെ ഇത് അനുസരിച്ചിട്ടാണ് നമ്മളതിൻ്റെ ലാഭമൊക്കെ കിട്ടുന്നത്. ചില വർഷങ്ങളിലൊക്കെ മാർക്കറ്റ് കുറവായിരിക്കും, എങ്കിലും ആവറേജ് വില കിട്ടുന്നതാണ് കപ്പ. നമുക്കൊരു 1 ഏക്കറിൽ നിന്നുള്ള വരുമാനം എന്ന് പറഞ്ഞാൽ മറ്റുള്ള കൃഷിയെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. അത് മാത്രമല്ല നമുക്ക് കുറഞ്ഞ കാലയളവിൽ അതിൻ്റെ ആദായം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും.
ഇപ്പോൾ പിന്നെ പന്നിശല്യം അല്ല ആനശല്യം അങ്ങനെയൊന്നും ശല്യം മയിലിൻ്റെ ശല്യമൊക്കെ ഇല്ലെങ്കിൽ കപ്പ കൃഷി ലാഭകരമാണ്. ഇപ്പോൾ ഏകദേശം ഒരു കിലോ പച്ചക്കപ്പയ്ക്ക് നമുക്ക് ഹോൾസെയിലൊക്കെ 35 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. അത് കപ്പ കൃഷി ലാഭകരമാണ്. അത് നമ്മൾ മാർക്കറ്റ് നോക്കി വേണം അത് കൃഷി ചെയ്യാൻ വേണ്ടി. ഇങ്ങനെയുള്ള കൃഷികളൊക്കെ ചുരുങ്ങിയ കാലം കൊണ്ടൊക്കെ നമുക്ക് ആദായം ലഭിക്കുന്ന കൃഷികളൊക്കെ നമ്മൾ ഒരു വർഷം നഷ്ടം വന്നു കഴിഞ്ഞാൽ നിർത്തിക്കളയരുത്. നമ്മൾ ചുരുങ്ങിയത് നമ്മുടെ ഇഞ്ചി ആയിക്കോട്ടെ, കപ്പ ആയിക്കോട്ടെ, പിന്നെ വാഴയായിക്കോട്ടെ ഒരു 5 വർഷങ്ങളിൽ ചെയ്യണം. അപ്പോൾ നമ്മൾ ആവറേജ് ഇതിനകത്ത് നമുക്ക് ലാഭകരമായിരിക്കും. പിന്നെ വാഴക്കൃഷി ലാഭകര കൃഷിയാണ്. ഈ വർഷം വാഴ എന്ന് പറഞ്ഞാൽ ആർക്കും വാഴക്കുല വേണ്ടാത്തൊരവസ്ഥയാണുള്ളത്. വളരെ വില കുറവാണ്. അപ്പം നമ്മൾ കഴിഞ്ഞ വർഷങ്ങളൊക്കെ നല്ല വിലയുണ്ടായിരുന്നു. ആവറേജ് ഇതുപോലെ വില കുറഞ്ഞൊരു വർഷം ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ നമ്മുടെ നാട്ടിലെ ഈ പഴങ്ങളെല്ലാം തീരുന്നുണ്ട്, പക്ഷേ ഇതിന് വില കിട്ടുന്നില്ല. അതൊരു വസ്തുതയാണ്. അപ്പം വാഴക്കൃഷി നല്ല ലാഭകര കൃഷിയാണ്. 10 മാസം കൊണ്ടൊക്കെ നമുക്ക് അതിൻ്റെ അത് ആദായം ലഭിക്കുന്നതാണ്. അപ്പം മാർക്കറ്റിൻ്റെ ഇതനുസരിച്ചാണ് ഇതിൻ്റെയൊക്കെ നമ്മൾ ലാഭകരമാക്കുന്നത്. അപ്പം അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കൃഷിയാണ് വാഴ. നമുക്ക് വീണ്ടും കാണുന്നവരെ ബൈ.